ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെയോട് അടുക്കുമ്പോൾ ആര്യൻ ടോപ്പ് 5-ൽ ഉണ്ടാകുമോ? ടിക്കറ്റ് ടു ഫിനാലെ വീക്കിൽ അക്ബറും നെവിനും ഒപ്പം ഹൗസിന് ക്യാപ്റ്റനായതിന് പിന്നാലെയുണ്ടായ സംഭവങ്ങൾ ആര്യനെതിരെയും വിമർശനം ശക്തമാക്കുന്നു. ഈ ആഴ്ച ഹൗസിലുണ്ടായ 2 പ്രധാന പ്രശ്നങ്ങൾക്കും കാരണം അനുമോളാണ് എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ എത്തുകയാണ് നടിയും ആര്യന്റെ സുഹൃത്തും ആര്യന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമായ പൂജിത മേനോൻ. അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളമൊഴിച്ചതാണ് ആദ്യത്തെ പ്രശ്നം. ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം അനുമോൾ ഉറങ്ങിയതാണ് എന്ന് പൂജിത മേനോന്റെ കുറിപ്പിൽ പറയുന്നു. ഉറങ്ങിയിട്ടും അനുമോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞപ്പോൾ തൊട്ടാണ് ബാക്കിയുള്ളവർ ഇടപെടുന്നത്. അത് കാണാത്ത ഷാനവാസും അവൾ സംസാരിക്കുകയായിരുന്നു, ഉറങ്ങിയില്ല എന്ന് വാദിച്ചു. ഇതിനിടയിൽ വെള്ളം തളിച്ചത് പ്രതികാരമായി അനുമോൾ നെവിനെ അടിക്കുകയും മാന്തുകയും ചെയ്യുന്നുണ്ട് എന്ന് പൂജിത ഫേസ്ബുക്കിൽ കുറിച്ചു. 2ാം ദിനത്തിൽ നെവിനും ഷാനവാസും അടിയുണ്ടാക്കാനുള്ള കാരണം അനുമോൾ തന്നെയാണ് എന്നാണ് പൂജിതയുടെ വാദം. രാവിലെ ഫുഡുണ്ടാക്കാൻ നേരം പാത്രത്തിൽ അഴുക്കുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന അടുക്കള ടീം അതവർ ക്യാമറയിലും കാണിച്ചിട്ടുണ്ട്. അനുമോളായിരുന്നു അത് കഴുകിയത്. ക്യാപ്റ്റന്മാർ ഷാനവാസിനോട് ഇക്കാര്യം പറഞ്ഞു. ആദ്യം അഴുക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ഷാനവാസ് അത് കഴുകാൻ പോകാൻ തുടങ്ങിയപ്പോൾ അനുമോളാണ് അത് കഴുകരുതിക്ക എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത് എന്നാണ് പൂജിത FBയിൽ കുറിച്ചത്. എന്നാൽ ആര്യനെ വെളുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ന്യായീകരിക്കരുത് എന്ന് പറഞ്ഞുള്ള കമന്റുകളാണ് പൂജിതയുടെ പോസ്റ്റിനടിയിൽ വരുന്നത്. അവർ ഗെയിമേഴ്സ് മാത്രമല്ല, ക്യാപ്റ്റൻസ് കൂടെയാണെന്ന് അവർ മറന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, അത് തീർക്കാനായിരുന്നു അവർ ശ്രമിക്കേണ്ടത്. ഉദാഹരണത്തിന് ആ പാത്രം അവർ കഴുകിയിരുന്നെങ്കിൽ, അതുപോലെ നിങ്ങൾ ചെയ്യില്ല എങ്കിൽ ഫ്ലോർ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു ചെയ്യാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ ഗെയിം മാറിയാനേ. ഈ അനുവും ടീമും മുഴുവൻ നെഗറ്റീവ് ആയാനേ. ഇങ്ങനെയാണ് പൂജിത മേനോന് ലഭിച്ച കമന്റുകളിലൊന്ന്. കഴിഞ്ഞ 2 ദിവസമായി ബിഗ് ബോസ് നടന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണക്കാരി ഇവളും മറ്റ് 2 പാട്ട് ഗേൾസുമാണ്. ആദ്യ ദിവസം വഴക്ക് നടക്കുന്നത് അനുമോളും നെവിനും തമ്മിലാണ്. തുടക്കം അനുമോൾ പകൽ ഉറങ്ങിയത് തന്നെ. എപ്പിസോഡും ലൈവും കണ്ടവർക്കറിയാം അനുമോൾ ഉറങ്ങുകയായിരുന്നു എന്ന്. എപ്പിസോഡ് ആ ഇഷ്യൂ നടക്കുന്നതിന് തുടങ്ങുന്നത് തന്നെ കണ്ണടച്ച് കിടക്കുന്ന അനുമോളെ കാണിച്ചിട്ടാണ്. നെവിൻ തുടർന്ന് അനുമോളുടെ കണ്ണിൽ തളിച്ചു. ഈ വെള്ളം തളിക്കുന്ന പരിപാടി അവിടെ ആദ്യം തുടങ്ങിയത് ആദിലയാണ്. ഉറങ്ങിയിട്ടും അനുമോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞപ്പോൾ തൊട്ടാണ് ബാക്കിയുള്ളവർ ഇടപെടുന്നത്. അത് കാണാത്ത ഷാനവാസും അവൾ സംസാരിക്കുകയായിരുന്നു, ഉറങ്ങിയല്ല എന്ന് വാദിച്ചു. ഇതിനിടയിൽ വെള്ളം തളിച്ചത് പ്രതികാരമായി അനുമോൾ നെവിനെ അടിക്കുകയും മാന്തുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ അത് TVയിൽ കണ്ടിട്ടുമുണ്ട്. പക്ഷേ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച വീട്ടുകാരിൽ ആരും അത് കണ്ടില്ല. അത് കഴിഞ്ഞ് അനുമോൾ ഒരു കുപ്പി വെള്ളം മുഴുവനും നെവിൻ്റെ ദേഹത്തൊഴിച്ചു. പക്ഷേ അതിനെപ്പറ്റി ആരും സംസാരിച്ചില്ല. പിന്നീട് ദേഷ്യം വന്ന നെവിൻ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചു. നെവിൻ ആ കാണിച്ചത് മോശം തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും തുടക്കമിട്ടത് അനുമോളുടെ വാശിയായിരുന്നു. ഉറങ്ങിയെന്ന് പറയാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇത്രയും വിഷയം ആദ്യ ദിനം ഉണ്ടായത്. ഈ 2ാം ദിനത്തിലേക്ക് വരുന്നതിന് മുന്നേ എപ്പിസോഡിലും ലൈവിലും കാണിച്ച ചില കാര്യങ്ങൾ എടുത്തു പറയണം. ഷാനവാസ്, നൂറ, ആദില, അനുമോൾ തുടങ്ങിയവർ 3 പേരെ ക്യാപ്റ്റനാക്കിയ ശേഷം അവർ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ലായിരുന്നു. ഇടയ്ക്ക് ഷാനവാസ് ആദിലയോടും നൂറയോടും പറയുന്നുണ്ട്, അവർ പറയുന്നതൊന്നും കേൾക്കരുത്, മാക്സിമം എതിർത്ത് സംസാരിക്കണമെന്ന്. അത് കഴിഞ്ഞാണ് ആദ്യ ദിനം രാത്രിയിൽ അന്നേ ദിവസം ഒരു ഡ്യൂട്ടി പോലും ചെയ്യാത്ത നൂറ ഡ്യൂട്ടി ചെയ്യില്ലെന്ന് വാശി പിടിച്ചത്. അത് തുടർന്നാണ് ഡ്യൂട്ടി ചെയ്യാത്തവർക്കും ഭക്ഷണം നൽകില്ലെന്ന് അക്ബറും ആര്യൻ നെവിനും പറഞ്ഞത്. നൂറ ഡ്യൂട്ടി ചെയ്തിരുന്നെങ്കിൽ ആ വഴക്കും ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ക്യാപ്റ്റന്മാർ പറയുന്നതൊന്നും കേൾക്കില്ലെന്ന് വാശിയും തീരുമാനവും ആ 4 പേരും എടുത്തിരുന്നു. 2ാം ദിനത്തിൽ നെവിനും ഷാനവാസും അടിയുണ്ടാക്കാനുള്ള കാരണം അനുമോൾ തന്നെയാണ്. അതും വ്യക്തമായി പറയാം. രാവിലെ ഫുഡുണ്ടാക്കാൻ നേരം പാത്രത്തിൽ അഴുക്കുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന അടുക്കള ടീം അതവർ ക്യാമറയിലും കാണിച്ചിട്ടുണ്ട്. അനുമോളായിരുന്നു അത് കഴുകിയത്. ക്യാപ്റ്റന്മാർ ഷാനവാസിനോട് ഈ കാര്യം പറഞ്ഞു. ആദ്യം അഴുക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ഷാനവാസ് അത് കഴുകാൻ പോകാൻ തുടങ്ങിയപ്പോൾ അനുമോളാണ് അത് കഴുകരുതിക്ക എന്ന് പറയുന്നത്. ഷാനവാസ് അതിൽ നിന്നും പിന്മാറി. ക്യാപ്റ്റന്മാർ പറയുന്നതൊന്നും കേൾക്കാൻ പാടില്ലെന്ന് 2 ദിവസം മുന്നേ തന്നെ തീരുമാനിച്ച ഷാനവാസും ആദിലയും നൂറയും കൂടി അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അടുക്കളയിൽ ക്യാപ്റ്റന്മാർ പറയുന്നതൊന്നും കേട്ടില്ല. തുടർന്ന് നെവിൻ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് മാറ്റി. പാലെടുത്തുകൊണ്ട് പോയ നെവിൻ്റെ പിന്നാലെ പോയ അത് തട്ടുകയും നെവിൻ്റെ ദേഹത്ത് തെറിപ്പിക്കുകയും ചെയ്തത് ആദ്യം ഷാനവാസാണ്. അപ്പോഴാണ് ബിഗ് ബോസ് കൈകളി പാടില്ല എന്ന് അനൗൺസ് ചെയ്തത്. അത് പറഞ്ഞു കഴിയുന്നതും നെവിൻ ബാക്കി പാല് ഷാനവാസിന്റെ ദേഹത്തൊഴിക്കുകയും കവറെടുത്ത് എറിയുകയും ചെയ്തു. ഷാനവാസ് അങ്ങനെ തട്ടിയെങ്കിലും നെവിൻ തിരിച്ച് അങ്ങനെ ചെയ്തത് മോശം തന്നെയാണ്. 2 പേരും കഴിക്കുന്ന ആഹാരമാണ് വേസ്റ്റ് ആക്കിയത്. 2 പ്രശ്നങ്ങൾക്ക് മൂലകാരണം അനുമോളാണ്. പക്ഷേ PR ടീം അത് വെളുപ്പിക്കാൻ വേണ്ടി കംപ്ലീറ്റ് കുറ്റവും ക്യാപ്റ്റന്മാരുടെ തലയിൽ അങ്ങിട്ടു. ക്യാപ്റ്റന്മാർ ആയപ്പോൾ തൊട്ട് അവർ പറയുന്നതൊന്നും കേൾക്കാതെ അവരോട് വൈരാഗ്യം വെച്ച് പറയുന്നത് കേൾക്കണ്ട എന്ന് തീരുമാനിച്ച് ചെയ്തൊരു പരിപാടിയാണ് ഈ 2 ദിവസം നടന്നത്. ബിഗ് ബോസ് കാണുന്നത് കൂടുതൽ സീരിയൽ പ്രേക്ഷകർ ആയതുകൊണ്ട് തന്നെയും അതിശക്തമായ PR ചിലർക്കൊക്കെ ഉള്ളതുകൊണ്ടും സത്യങ്ങളല്ലാതെ ആവുന്നില്ല. നെവിൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. പക്ഷേ ആ തെറ്റുകൾക്കെല്ലാം കാരണമിട്ടത് അനുമോൾ എന്ന ആളാണ്. ഷാനവാസ് ആശുപത്രിയിൽ പോയപ്പോൾ ചിരിച്ചെന്ന് പറഞ്ഞവർ തന്നെ ടാസ്ക് കളിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിരിച്ച് കളിച്ച് ബോൾ അടിച്ചു മാറ്റുന്നതും ബിഗ് ബോസും പോകുന്നതുമൊക്കെ എപ്പിസോഡിൽ കാണിക്കാത്തത് കൊണ്ട് തന്നെ അനുമോൾ PR ടീമിന് എളുപ്പമായി. ഇതാണ് പൂജിത നായരുടെ പ്രതികരണം. കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അവസ്ഥയെങ്കിലും
ടോപ്പ് 5-ൽ ആരൊക്കെ എത്തുമെന്ന് കണ്ടറിയാം. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.